സെൻട്രൽ പ്രവർത്തിക്കുന്ന സന്തോഷ്. പ്രിയപ്പെട്ട സാക്ഷിയുടെ പ്രേക്ഷകരെ, നിങ്ങൾക്കൊരു തത്സമയ സംപ്രേഷണത്തിലേക്ക് സ്വാഗതം. CPIM സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് CPIM ചടയമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫ്ലഡ് ലൈറ്റ് പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം അല്പസമയത്തിനുള്ളിൽ നടക്കും. അതിനു മുന്നോടിയായിട്ടുള്ള പൊതുസമ്മേളനമാണ് ഇപ്പോൾ ചടയമംഗലം KSRTC മൈതാനിയിൽ നടക്കുന്നത്. ആ സമ്മേളനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. CPIMന്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിയുടെ ബന്ധുക്കൾ, പ്രിയപ്പെട്ട കായിക കലാപ്രേമികളെ, സുഹൃത്തുക്കളെ, നവമാധ്യമ സുഹൃത്തുക്കളെ, CPIMന്റെ 24ാം പാർട്ടി കോൺഗ്രസ് മുന്നോടിയായുള്ള കേരള സംസ്ഥാന സമ്മേളനം നമ്മുടെ ജില്ലയായിട്ടുള്ള കൊല്ലത്ത് മാർച്ച് 6 മുതൽ 9 വരെ നടക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ 2-3 മാസക്കാലമായി നമ്മുടെ ജില്ലയിൽ നമ്മുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനമെന്ന് നമ്മൾ പറയുന്ന വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള സെമിനാറുകൾ നമ്മുടെ ജില്ലയിലെ 18 ഏരിയകളിൽ ഇത് വിപുലമായി സംഘടിപ്പിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ ഓരോ ഏരിയയിലും പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ഓരോ പഞ്ചായത്തിലും ഏതൊക്കെ കലാകായിക മത്സരങ്ങളാണ് ഈ സമ്മേളനവുമായി ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതാത് പ്രദേശത്തെ പാർട്ടി ആ പ്രദേശങ്ങളിൽ അനുസൃതമായിട്ടുള്ള പരിപാടികളാണ് ഈ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികളായി നടപ്പിലാക്കിക്കൊണ്ട്. തീർച്ചയായും നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനവും അതുപോലെ തന്നെ ബഹുജനങ്ങളാകെ 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള കേരള സംസ്ഥാന സമ്മേളനത്തെ അങ്ങേയറ്റം വളരെ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏവർക്കും കാണാൻ കഴിയും, സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ മറ്റു പത്രമാധ്യമങ്ങളിലൂടെയും നമ്മുടെ ജില്ലയിൽ ദൈനംദിനം നടക്കുന്ന ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദൈനംദിനം നടക്കുന്ന പ്രവർത്തനങ്ങൾ അതൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ നമ്മുടെ ഏരിയയിൽ വിവിധങ്ങളായിട്ടുള്ള സെമിനാറുകളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ സ്ഥലത്ത് വെച്ച് തന്നെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടാണ് ചടയമംഗലത്ത് തൊഴിലാളി സംഗമം നടത്തിയത്. അതുപോലെ തന്നെ 26-ന് ഈ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രവാസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ സെമിനാർ ഓയൂരിൽ സംഘടിപ്പിക്കുക. ഇതിനോടകം തന്നെ വോളിബോൾ ടൂർണമെന്റ് നമ്മുടെ ഏരിയയിൽ എളമാട് പഞ്ചായത്തിൽ നടത്തപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ ഓരോ പരിപാടികളും നിലവിലും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ ഏരിയയിലെ വിവിധ പഞ്ചായത്തുകളിൽ വിവിധ പരിപാടികളാണ് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്ത് നടത്തുവാൻ വേണ്ടി കഴിയും. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അതെല്ലാം തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നേതാക്കന്മാർ ഈ സമ്മേളനത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഈ കേരളത്തിലെ പൊതുജനാധിപത്യ പ്രസ്ഥാനവും അതുപോലെ തന്നെ വർഗ ബഹുജന സംഘടനകളും ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും എല്ലാം തന്നെ സൂചിപ്പിക്കും. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരിക്കുന്നത് CPIMന്റെ പോരേടം ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് AG രമണനാണ്. ഒരു പ്രത്യേകം പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. ചടയമംഗലം ഒന്നായി കിടന്ന കമ്മിറ്റിയിൽ ആ ലോക്കൽ സെന്ററിൽ പ്രവർത്തിച്ച് നമുക്ക് ആവേശമായി മാറിയ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ സമ്മേളന കാലയളവിലാണ് ചടയമംഗലം കമ്മിറ്റി 2ആയി ഉപയോഗിച്ചുകൊണ്ട് പോരയിടം ചടയമംഗലം കമ്മിറ്റികളാകുന്നത്. ആ പോരയിടം കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സഖാവ് AG രമണനെ ഈ സംഘാടക സമിതിയുടെ പേരിൽ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഉദ്ഘാടകനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഞാൻ അരിമ്പാവു സഖാവിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ ഈ ചടയമംഗലത്ത് തന്നെ നിരവധി പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള സഖാവാണ്. നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനാണ്. ഇപ്പോ CPIMന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗവും DYFIയുടെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ ട്രഷററുമായി പ്രവർത്തിക്കുന്നു. കോവിഡ് കാലത്തായാലും അതുപോലെ തന്നെ ഈ കേരളത്തിൽ
യുവജനങ്ങൾ ഏറ്റെടുക്കുന്ന ഏത് പരിപാടികളിലും മുൻനിരയിൽ നിന്ന് ഈ കേരളത്തിലെ ചെറുപ്പക്കാർക്കാകെ നേതൃത്വം കൊടുക്കുന്ന ഏറെ പ്രിയപ്പെട്ട സഖാവ് എസ് ആർ അരുൺ ബാബുവിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട കലാകാരൻ കടയ്ക്കൽ മിഥുൻ രാജ് നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഏറെ പ്രിയപ്പെട്ട മിഥുൻ രാജിനെ നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. ബഹുമാനായിട്ടുള്ള ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമാൻ എ രാജു, ഈ ചടയമംഗലം പഞ്ചായത്തിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായി പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സഖാവ് എ രാജുവിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സിപിഐഎമ്മിന്റെ ഈ കഴിഞ്ഞ സമ്മേളനം വരെ ചടയമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ഇപ്പോ ഏരിയ സെന്ററിൽ പ്രവർത്തിച്ചുകൊണ്ട് സിപിഐഎമ്മിന് ചടയമംഗലം പഞ്ചായത്തിലാകെ നേതൃത്വപരമായി പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഖാവ് ഡി സന്തോഷിനെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ സിപിഐഎമ്മിന്റെ ചടയമംഗലം ഏരിയ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗവുമായിട്ടുള്ള അഡ്വക്കേറ്റ് എസ് ഷൈൻകുമാർ. ഷൈനെയും ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ ചടയമംഗലത്തെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് എസ് ഷൈൻകുമാറിനെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ യോഗത്തിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട പാർട്ടിയുടെ പോരേടം ചടയമംഗലം ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ ബ്രാഞ്ച് സെക്രട്ടറിമാർ, വർഗ ബഹുജന സംഘടനയുടെ ഭാരവാഹികൾ, അതുപോലെ ഏറ്റവും പ്രധാനമായി സ്വാഗതം ആശംസിക്കുവാനുള്ളത് നമ്മുടെ ഈ പരിപാടിക്ക് മാറ്റുകൂട്ടുന്നതിനു വേണ്ടി നമ്മളുടെ ക്ഷണം സ്വീകരിച്ചു ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കൈകൊട്ടിക്കളി ശ്രീഭദ്ര ചടയമംഗലം ടീമിനെയും ഈ യോഗത്തിന്റെ പേരിൽ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദിക്കുന്നു. ഈ ഷൂട്ടൌട്ട് മത്സരം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ട്രഷറർ എസ് ആർ അരുൺ ബാബുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അധ്യക്ഷൻ, പാർട്ടിയുടെ പോരേടം ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ജയചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. ഡിവൈഎഫ്ഐയുടെ മുൻ നേതാവും പാർട്ടിയുടെ ചടയമംഗലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സഖാവ് ജയകുമാർ, പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള സന്തോഷ് സഖാവ്, കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗവും പാർട്ടി നേതാവുമായിട്ടുള്ള സഖാവ് ഷൈൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിട്ടുള്ള സഖാവ് രാജു, അതിലേറെ നമ്മുടെ നാടിൻ്റെ തന്നെ ഏറെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ കോമഡി താരവും ചലച്ചിത്ര ടെലിവിഷൻ താരവുമായിട്ടുള്ള ശ്രീ മിഥുൻ രാജ്, ഈ ഫുട്ബോൾ മത്സരം അതിൻ്റെ സംഘാടനം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന മുൻ സന്തോഷ് ട്രോഫി താരം കൂടിയായിട്ടുള്ള സഖാവ് സതീഷ്, ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് സനൽ, സജിൽ, അതുപോലെ സതീസ അടക്കമുള്ള പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, വർഗ ബഹുജന സംഘടനാ ഭാരവാഹികൾ അടക്കമുള്ള ആളുകൾ ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ നിരവധി കായിക താരങ്ങളും കലാപ്രതിഭകളുമെല്ലാം വിവിധ പരിപാടികൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി, ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്.
അവരെയെല്ലാം ഈ പരിപാടിയുടെ ഭാഗമായി എത്തിച്ചേർന്നവരെല്ലാം ഇതിലേക്ക് സ്വാഗതം ചെയ്യുക. CPIM-ന്റെ 24ാമത് പാർട്ടി കോൺഗ്രസ് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ചരിത്രത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെയും നവോത്ഥാന മുന്നേറ്റത്തിന്റെയും എല്ലാം ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ അതിശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയ, വർഗീയതയോട് ഇന്നും സന്ധി ചെയ്യാത്ത പോരാട്ടം സംഘടിപ്പിക്കുന്ന തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് ഏപ്രിൽ മാസം 2 മുതൽ 6 വരെയുള്ള തീയതികളിലായി സംഘടിപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇന്ത്യയിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ശക്തി കേന്ദ്രമായിട്ടുള്ള കേരള സംസ്ഥാന സമ്മേളനം കടക്കൽ കലാപത്തിന്റെയും ശൂരനാട് വിപ്ലവത്തിന്റെയും പെരുന്നാട് ലഹളയുടെയും കശുവണ്ടി തൊഴിലാളിയുടെയും കയർ തൊഴിലാളിയുടെയും കൈത്തറി തൊഴിലാളിയുടെയും കരിങ്കൽ തൊഴിലാളിയുടെയും വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും സ്ത്രീകളുടെയും എല്ലാം സഹന സമരങ്ങൾ കൊണ്ട് ചരിത്രമെഴുതിയ ദേശിംഗ നാടിന്റെ ഈ സമരഭൂമിയിൽ വെച്ച് CPIM-ന്റെ കേരള സംസ്ഥാന സമ്മേളനം ചേരുകയാണ്. ആ സമ്മേളനത്തിന്റെ ഭാഗമായി ഇവിടെ ജയകുമാർ സാർ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനം ചേരുമ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിക്കുന്നത്? നിങ്ങൾ കബഡിയും വോളിബോളും ഷട്ടിൽ ബാഡ്മിന്റനും അതുപോലെ കിളിത്തട്ടും പരമ്പരാഗത വിനോദങ്ങളും എല്ലാം സംഘടിപ്പിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ എന്തിനാണ് കൈകൊട്ടിക്കളി സംഘടിപ്പിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് പാട്ട് പാടുന്നതും നൃത്തം ചവിട്ടുന്നതും നിങ്ങൾ വരയ്ക്കുന്നതും നിങ്ങൾ എഴുതുന്നതും നിങ്ങൾ ഇങ്ങനെ സർഗാത്മകമായ ഇടപെടലുകൾ നടത്തുന്നത് എന്തിനാണെന്ന് ചോദിക്കാറുണ്ട്. മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെ നിങ്ങൾ നിങ്ങളുടെ നയങ്ങൾ രൂപീകരിക്കപ്പെടുത്തുകയും നിങ്ങൾ പ്രസംഗിക്കുകയും നിങ്ങളുടെ രാഷ്ട്രീയം പറയുകയും ഒക്കെ ചെയ്താൽ പോരെ? നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്ത് പുതിയ ഭാരവാഹികളെ തീരുമാനിച്ച് പ്രഖ്യാപിച്ചു പോയാൽ പോരെ? പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയാൽ പോരെ എന്ന് ചോദിക്കാറുണ്ട്. അവിടെ ഈ പാർട്ടിയെ വ്യത്യസ്തമാക്കുന്നത് ഈ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം അതിന്റെ സാർവദേശീയ പശ്ചാത്തലം എടുത്ത് പരിശോധിക്കുമ്പോഴും കലയോടും സാഹിത്യത്തോടും കായിക മേഖലയോടുമെല്ലാം എല്ലാ കാലത്തും അതിന്റെ അടങ്ങാത്ത കൂറ് പുലർത്തിയിട്ടുണ്ട്. കാറൽ മാർക്സ് എന്ന് പറയുന്നത് ലോകത്തെ തന്നെ മാറ്റിമറിച്ച പ്രത്യയശാസ്ത്രം ഈ ലോകത്തിന് സംഭാവന ചെയ്തതാണ്. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം മനുഷ്യൻ ചൂഷണം ചെയ്യാത്ത ഒരു സാമൂഹ്യ വ്യവസ്ഥിതിക്ക് വേണ്ടിയുള്ള പോരാട്ടവും അതിന്റെ പ്രത്യയശാസ്ത്രവും രൂപപ്പെടുത്തുമ്പോൾ അദ്ദേഹം സാർവദേശീയ തലത്തിലൊരു ട്രേഡ് യൂണിയനുകളുടെ സംഗമം ചേരുകയുണ്ട്. ആ സംഗമത്തിൽ ലോകത്തെ വിവിധ ട്രേഡ് യൂണിയനുകളെ പ്രതിദാനം ചെയ്തുകൊണ്ട് ആളുകൾ അവിടെ വിവിധ തൊഴിലിടങ്ങളിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ അവരോട് ചോദിച്ചുണ്ടായി, നിങ്ങളുടെ വിനോദ സമയങ്ങൾ എങ്ങനെയാണ് ചെലവഴിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾക്ക് അങ്ങനെ വിനോദ സമയങ്ങളൊന്നും വിശ്രമ സമയങ്ങൾ ഒന്നും ഉണ്ടാകാറില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ കാറൽ മാർക്സ് പറഞ്ഞു, നിങ്ങൾ തൊഴിലാളികൾ നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ ലോകത്തെ തന്നെ മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തമായ കായിക മത്സരമായിട്ടുള്ള ഫുട്ബോൾ ക്ലബ്ബുകൾ സംഘടിപ്പിക്കണമെന്നാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ജനകീയമായ കായിക വിനോദം എന്ന് പറയുന്നത് ഫുട്ബോളാണ്. ആ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയായിരുന്നു. കാറൽ മാർക്സ് തൊഴിലാളികളോട് പറഞ്ഞത്, നിങ്ങൾ എല്ലാ തൊഴിൽശാലകളിലും ഒരു ഫുട്ബോൾ ക്ലബ്ബ് തുടങ്ങണമെന്നാണ്. ആ ഇരയെടുപ്പമാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് കലയോടും സാഹിത്യത്തോടും കായിക മേഖലയോടുമുള്ളത്. ഒരു ചുവന്ന കൊടി കെട്ടിയ KPSCയുടെ നാടക വണ്ടി അല്ലെങ്കിൽ ആറ്റിങ്ങൽ ദേശാഭിമാനിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാടക സംഘത്തിന്റെയോ നാടകം നമ്മുടെ ഉത്സവ പറമ്പിലേക്ക് വന്ന് മനുഷ്യനെ ചൂഷണരഹിതമായ ഒരു സമൂഹത്തിലേക്ക് നയിക്കുന്ന പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ, ഉള്ളവനും ഇല്ലാത്തവനും തങ്ങളിലുള്ള അന്തരം കുറയ്ക്കുമ്പോൾ, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളെക്കുറിച്ച് വർത്തമാനം പറയുമ്പോൾ, കുരുന്നുകളുടെ അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ഈ മനുഷ്യന്റെ സാമൂഹ്യ പരിവർത്തനത്തെക്കുറിച്ച് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച നാടകങ്ങളിൽ ഒരു രാഷ്ട്രീയമുണ്ടായിരുന്നു. വിശ്വപ്രസിദ്ധമായ നിരവധിയായിട്ടുള്ള പാശ്ചാത്യ സാഹിത്യങ്ങൾ അത്
മനുഷ്യന്റെ മുമ്പിലേക്ക് കഥാരൂപത്തിൽ അവതരിപ്പിച്ച കഥാപ്രസംഗങ്ങൾ, സാംബശിവന്റെ വിശ്വപ്രസിദ്ധമായ ലോക സാഹിത്യത്തെ നമ്മളെ മുമ്പിലേക്ക് വരച്ചു കാട്ടിയ കഥാപ്രസംഗങ്ങൾ, വിവിധങ്ങളായ നാടൻ പാട്ടുകൾ, അങ്ങനെ കലയും സാഹിത്യവും കായിക മേഖലയുമെല്ലാം വിശ്വസാഹിത്യത്തെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച് ചൂഷിതരഹിതമായൊരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി സാമൂഹ്യ പരിവർത്തനത്തിന്റെ കഥ പറഞ്ഞ നാടകങ്ങൾ, അതെല്ലാം നമ്മുടെ നാടിന്റെ സാമൂഹ്യ പരിവർത്തനത്തിന് കരുത്തു പകർന്നതാണ്. അവിടെയാണ് ഇടതുപക്ഷത്തിന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് കലയുമായി എന്ത് ബന്ധമുണ്ട് എന്ന് ചോദിക്കുന്നവരോട്, സാഹിത്യവുമായി എന്ത് ബന്ധമുണ്ടെന്ന് ചോദിക്കുന്നവരോട്, കായിക മേഖലയുമായി എന്ത് ബന്ധമുണ്ടെന്നവരോട് ചോദിക്കുന്നവരോട് ഞങ്ങൾ സർഗാത്മകമായ രാഷ്ട്രീയത്തിന്റെ ഇടങ്ങളിലൂടെ സഞ്ചരിക്കുന്നവരാണ്. നമ്മുടെ നാടിനെ കരുത്തോടുകൂടി നയിക്കാൻ സാമൂഹ്യ പരിവർത്തനത്തിന്റെ ഇടങ്ങളിലെല്ലാം കലയ്ക്കും സാഹിത്യത്തിനും കായിക മേഖലയ്ക്കും അതിൻ്റെതായ പങ്കുണ്ട് എന്ന് തിരിച്ചറിയുന്നവരാണ്. ഒരു നാടിന്റെ കരുത്ത്, ഒരു നാടിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ആ നാടിന്റെ യൗവനവും ആ നാടിന്റെ കുരുന്നുകളുമാണെന്ന് പറയുന്നത് പോലെ ഒരു നാടിന്റെ കരുത്താണ്, ഒരു നാടിന്റെ സമ്പത്താണ് കായിക ക്ഷമതയുള്ള ഒരു തലമുറയെന്നും അതുപോലെ കലാമൂല്യമുള്ള, കലയെ ആസ്വദിക്കുന്ന, കലയെ സംരക്ഷിക്കുന്ന, കലയെ പരിപോഷിപ്പിക്കുന്ന, അതുപോലെ സാഹിത്യ മേഖലയെ അംഗീകരിക്കുന്ന, അതിനെ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു നവീനമായ കാലഘട്ടത്തെയാണ് നമ്മൾ എല്ലാ കാലഘട്ടത്തിലും പ്രതീക്ഷിക്കുന്നത്. ആ നിലയിൽ സർഗാത്മകമായ രാഷ്ട്രീയത്തിന് കരുത്തു പകരുന്ന നിലപാടുകളാണ് എല്ലാ കാലഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്ന് നമ്മളുടെ കുട്ടികൾ ഇവിടെ കൈകൊട്ടിക്കളി നടത്തുന്നതും അതോടൊപ്പം തന്നെ നമ്മുടെ ചെറുപ്പം ഇവിടെ ഫുട്ബോൾ മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിന്റെ ഭാഗമായി അണിനിരക്കുന്നതും CPIM-ന്റെ സമ്മേളനത്തിന്റെ ഭാഗമായി നമ്മുടെ നാടാകെ കലയിലും സാഹിത്യത്തിലും അതുപോലെ സർഗാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു. അത് നമ്മുടെ പാർട്ടിയുടെ ജനകീയമായ ബദലാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ വിവിധ രാഷ്ട്രീയം ഈ സമ്മേളനത്തിന്റെ ഭാഗമായി നമ്മൾ ജനങ്ങളോട് പറയുക. 98 സെമിനാറുകളിലായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുതിയ സാധ്യതകളെ കുറിച്ച്, നാനോ ടെക്നോളജിയുടെ പുതിയ സാധ്യതകളെ കുറിച്ച്, റോബോട്ടിക് എഞ്ചിനീയറിംഗിന്റെ പുതിയ സാധ്യതകളെ കുറിച്ച്, വിവര സാങ്കേതിക ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ലോകം കുതിച്ചു ചാടുന്നതിനെ കുറിച്ച്, അത് നമ്മുടെ ജനങ്ങളുമായി പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് വർഗീയ രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തിനകത്ത് നിറഞ്ഞാടുമ്പോൾ പട്ടിണിയുടെ രാഷ്ട്രീയം, പട്ടിണിക്ക് ബദലൊരുക്കാൻ കരുത്തില്ലാത്ത നിലയിലേക്ക് ലോകത്തെ നമ്മുടെ രാജ്യം ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് റേറ്റിൽ പട്ടിണിക്കാരന്റെ രാജ്യമായി കുതിക്കുമ്പോൾ പട്ടിണിക്ക് പരിഹാരം കാണാൻ പദ്ധതിയില്ലാത്ത സർക്കാരിന്റെ രാഷ്ട്രീയ നിലപാടുകൾ, രാജ്യത്തിന് മുമ്പിൽ അതിന്റെ സാമ്പത്തിക നിലപാടുകൾ തുറന്നു കാട്ടുന്ന സെമിനാറുകൾ, തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും സ്ത്രീകളെയും അവരുടെ എല്ലാം നിത്യജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ മനുഷ്യന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പുതിയ കാലഘട്ടത്തിന്റെ സാധ്യതകൾ, തൊഴിൽ മേഖലകൾ, കാർഷിക മേഖലകൾ, സാംസ്കാരികതയുടെ രാഷ്ട്രീയം, ഇതിനെയെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന നിലയിലേക്കുള്ള സെമിനാറുകളും രാഷ്ട്രീയ സംവാദങ്ങളുമെല്ലാം ഈ സമ്മേളനത്തിന്റെ ഭാഗമായി ചേരുന്നു. അതോടൊപ്പം തന്നെ 1/4 ലക്ഷം ചുവപ്പ് വോളണ്ടിയർമാർ അണിനിരക്കുന്ന റെഡ് വോളണ്ടിയർ പരേഡ്, 2 ലക്ഷത്തിലധികം ബഹുജനങ്ങൾ അണിനിരക്കുന്ന നിലയിലേക്കുള്ള ഈ ജില്ല കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള അതിശക്തമായ ബഹുജന റാലിയും സമ്മേളനവും, ആശ്രാമം മൈതാനത്ത് വെച്ച് നമ്മുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെ ഒരു സമ്മേളനത്തിന്റെ ഭാഗമായി, ഒരു സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഒരു പൊതുസമ്മേളനവും ബഹുജന റാലിയും സംഘടിപ്പിച്ചു. നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കേരളത്തിൽ തിരുവിതാംകൂറിൽ ആദ്യമായി വിമാനമിറങ്ങിയ സ്ഥലമാണ് ആശ്രാമം മൈതാനം. അത്രമാത്രം വലിപ്പമുള്ള ഒരു മൈതാനം. ആ മൈതാനത്ത് വെച്ച് നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ബഹുജന റാലി, പൊതുസമ്മേളനം ചേരുക എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ഒഴുകിയെത്തുകയാണ്. ഈ ജില്ല കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബഹുജന റാലിക്ക്
ചുവപ്പ് സേന മാർച്ചിന് നമ്മുടെ ജില്ല സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോയി. അങ്ങനെ നമ്മുടെ ജില്ല സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് നമ്മുടെ രാജ്യത്തിനകത്തും കേരളത്തിലും എന്ത് പങ്കാണ് ഉള്ളതെന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ബദലാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ഈ ഒരു ഫുട്ബോൾ മത്സരത്തിൽ നിങ്ങൾ എല്ലാവരും ഈ കുട്ടികളുടെ കൈകൊട്ടിക്കളിയും ഫുട്ബോൾ മത്സരവും എല്ലാം കാണാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോൾ ഞാനൊരു രാഷ്ട്രീയ പ്രസംഗം നടത്തുന്ന അനുചിതമാണ് എന്നുള്ളത് കൊണ്ട് ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും. എന്താണ് ഇടതുപക്ഷം ഒരുക്കുന്ന ബദൽ എന്ന് ചോദിക്കുന്നവരോട്, CPIM-ന് എന്ത് പ്രത്യേകതയാണ് ഉള്ളതെന്ന് ചോദിക്കുന്നവരോട്, ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് BJP ആണ്. BJP രാജ്യം ഭരിക്കാൻ തുടങ്ങിയിട്ട്, തുടർച്ചയായി രാജ്യം ഭരിക്കാൻ തുടങ്ങിയിട്ട് 11 വർഷക്കാലത്തിലേക്ക് എത്തുകയാണ്. ഈ 11 വർഷക്കാലം കൊണ്ട് ഇന്ത്യക്ക് എന്ത് മാറ്റമൊരുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ, മഹാകുംഭമേളയുടെ ഭാഗമായി ലക്ഷക്കണക്കിന് മനുഷ്യർ ഒഴുകിയെത്തുന്ന UP-യുടെ നഗരങ്ങളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് നാം ഒന്ന് പരിശോധിച്ചാൽ മുഴുപട്ടിണിക്കാരന്റെയും അർദ്ധപട്ടിണിക്കാരന്റെയും വയറൊട്ടിയ മനുഷ്യന്റെ, നെഞ്ചൊട്ടിയ മനുഷ്യന്റെ പട്ടിണിക്കോലങ്ങളെ നമുക്ക് ആ തെരുവുകളിൽ, യാചകാപേക്ഷകളിൽ കാണാൻ വേണ്ടി കഴിയും. ഗാന്ധി പിറന്ന ഗുജറാത്ത് നരേന്ദ്രമോദിയുടെ ഗുജറാത്തായി മാറുമ്പോൾ, അമേരിക്കൻ പ്രസിഡന്റ് ഗുജറാത്ത് സന്ദർശിക്കാൻ വേണ്ടി, ഗാന്ധിയുടെ ഗുജറാത്ത് സന്ദർശിക്കാൻ വേണ്ടി ഇന്ന് BJP-ക്കാരൻ വികസനത്തിന്റെ വിപ്ലവം സൃഷ്ടിച്ച നാടെന്ന് പറയുന്ന ഗുജറാത്ത് സന്ദർശിക്കാൻ വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ വന്ന് വരാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഗുജറാത്തിന്റെ തെരുവുകളുടെ ചിത്രങ്ങൾ ലോക മാധ്യമങ്ങൾ, അന്തർദേശീയ മാധ്യമങ്ങൾ ഒപ്പിയെടുത്ത് നമ്മളുടെ മുമ്പിലേക്ക് വന്നു. ഗുജറാത്തിന്റെ തെരുവുകൾക്കകത്ത്, നഗരങ്ങളിലെ തെരുവുകൾക്കകത്ത്, ഓടകൾക്ക് മുകളിൽ വൃത്തിഹീനമായ മലിനജനം, മനുഷ്യ വിസർജ്യങ്ങളും, ജന്തുക്കളുടെ മൃഗങ്ങളുടെ മൃതശരീരങ്ങളുമെല്ലാം മാലിന്യം ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ഓടകൾക്ക് മുമ്പിൽ ഒരു തുണ്ട് ടാർപോളിന്റെ കീഴിൽ, ഒരു ഫ്ലക്സിന്റെ കീഴിൽ ഒരു ജീവിതം, നരകതുല്യമായ ജീവിതം ഭോഗിച്ചു നിൽക്കുന്ന 10,000-കണക്കിന് മനുഷ്യന്റെ ചിത്രങ്ങൾ, ടാർപോളിന്റെ കീഴിൽ ജീവിച്ചു നിൽക്കുന്ന മനുഷ്യന്റെ ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് മാധ്യമങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ ആ ചിത്രങ്ങൾ മാധ്യമങ്ങൾ കാട്ടിയപ്പോൾ ആ ടാർപോളിൻ ജീവിതങ്ങൾ രാജ്യത്തെ സംഘപരിവാർ ഗവൺമെന്റിന് വലിയ അപമാനക്ഷതമുണ്ടാക്കിയപ്പോൾ അവർക്ക് വീടൊരുക്കി കൊടുക്കാനല്ല രാജ്യത്തെ ഗവൺമെന്റ് ശ്രമിച്ചത്. മറിച്ച് അമേരിക്കൻ പ്രസിഡന്റിന്റെ മുമ്പിൽ നിന്നും, മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്നും ഗുജറാത്തിലെ മനുഷ്യന്റെ ടാർപോളിൻ ജീവിതങ്ങളെ മതില് കെട്ടി മറച്ച സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത്. ഈ കേരളത്തിൽ 987 മുതലുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ, 987-ൽ ചന്ദനം മണക്കുന്ന ഏലംകുളം മനക്കലെ ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ ഇന്ന് കാണുന്ന കേരളമായിരുന്നില്ല. ജാത്യാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മനുഷ്യനെ തൊട്ടുകൂടാത്ത, തീണ്ടിക്കൂടാത്ത അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഒരു ഇരുണ്ട കാലത്തു നിന്നും മരിച്ചാൽ കുഴിച്ചിടാൻ ഒരു തുണ്ട് ഭൂമിയില്ലാത്ത, കേറിക്കിടക്കാൻ ഒരു തുണ്ട് ഭൂമിയില്ലാത്ത ഈ മനുഷ്യന്റെ നാട്ടിൽ മനുഷ്യനെ ഭൂമിക്ക് അവകാശികളാക്കി മാറ്റി വിദ്യാഭ്യാസത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് മനുഷ്യന്റെ, ഈ പാവപ്പെട്ട മനുഷ്യന്റെ വിരൽത്തുമ്പിലേക്ക് അക്ഷരത്തിന്റെ വിസ്മയിപ്പിക്കുന്ന ലോകത്തേക്ക് കൊണ്ടുപോയ വിദ്യാഭ്യാസ അവകാശമായ നിയമം നടപ്പിലാക്കിയ 987 ഗവൺമെന്റ്, EMS-ന്റെ ഗവൺമെന്റ് അടിത്തറ പാകിയെടുക്കുന്നു. ഇനി 2025 നിൽക്കുമ്പോൾ എന്താണ് ബദലെന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ള 2 കാര്യങ്ങൾ. ഇന്ന് ഈ ഗവൺമെന്റ് 2026-ൽ 10 വർഷക്കാലം പൂർത്തീകരിക്കുമ്പോൾ ഭവനരഹിതരില്ലാത്ത, ഭൂരഹിതരില്ലാത്ത കേരളമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ അതാണ് ഇടതുപക്ഷത്തിന്റെ ബദൽ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നമ്മുടെ നാടിന്റെ ഇടവഴികളിലൂടെ വികസനത്തിന്റെ വിപ്ലവം തീർത്ത ജനകീയാസൂത്രണ പദ്ധതിയിലൂടെ നമ്മുടെ കാർഷിക മേഖലയ്ക്കും, നമ്മുടെ തൊഴിൽ മേഖലയ്ക്കും, വ്യവസായ മേഖലയ്ക്കും അടിത്തുറപ്പാക്കിയതുപോലെ
ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടൊരുക്കി കൊടുത്തു. ലൈഫ് പാർപ്പിട പദ്ധതിയും EMS പാർപ്പിട പദ്ധതിയും MN പാർപ്പിട പദ്ധതിയുടെ എല്ലാം ഭാഗമായി ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടൊരുക്കി കൊടുത്ത കേരളം, ടാർപോളിൻ ജീവിതങ്ങളെ മതിൽ കെട്ടിയെടുത്ത ഇന്ത്യയിൽ നിന്നാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടൊരുക്കി കൊടുത്ത കേരളം. ഇതാണ് കേരളത്തിന്റെ ഇടതുപക്ഷ ബദൽ. അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ, ലോകത്തെ മാധ്യമങ്ങളെല്ലാം നിറഞ്ഞാഘോഷിച്ച ഒരു വാർത്തയുണ്ട്. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് പ്രതിസന്ധിയിലാണ്. ചൈനീസ് പ്രസിഡന്റ് വീട്ടുതടങ്കലിലാണ്. വിമാനത്താവളങ്ങളും തെരുവുകളുമെല്ലാം നിശ്ചലമായി. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അട്ടിമറിക്കപ്പെടുന്നു. നമ്മളെല്ലാവരും വല്ലാതെ സങ്കടപ്പെട്ടു. ദിവസങ്ങളോളം മാധ്യമങ്ങളിൽ നോക്കിയിരുന്നു എന്താണ് ചൈനയിൽ നിന്ന് വരുന്ന വാർത്തകൾ. പക്ഷേ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസിൽ ലക്ഷക്കണക്കിന് വരുന്ന ചുവപ്പ് വോളണ്ടിയർമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സഖാവ് ഷീ ജിൻപിങ് ലോകത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇന്ന് ചൈന ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തികളെ വെല്ലുവിളിക്കാൻ കഴിയുന്ന നിലയിലേക്ക് സാമ്പത്തികമായി, സൈനികമായി, വ്യവസായികപരമായി, കാർഷിക മേഖലയിൽ, അതുപോലെ തൊഴിൽ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, അതുപോലെ ശാസ്ത്ര സാങ്കേതിക വിവര സാങ്കേതിക മേഖലയിലെല്ലാം ഞങ്ങൾ 1ാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഞങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടുകൂടി പറയുന്നത്, ഞങ്ങൾ സൈനിക മേഖലയിലോ സാമ്പത്തിക മേഖലയിലോ വ്യവസായ മേഖലയിലോ കാർഷിക മേഖലയിലോ തൊഴിൽ മേഖലയിലോ വിദ്യാഭ്യാസ മേഖലയിലോ ആരോഗ്യ മേഖലയിലോ നേടിയെടുത്ത നേട്ടത്തിലല്ല ഞങ്ങൾ അഭിമാനിക്കുന്നത്. നൂറ്റാണ്ടുകൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം കറുപ്പ് നൽകി, അതിമാരകമായ മയക്കുമരുന്ന് നൽകി ഒരു ജനതയുടെ ബുദ്ധിയെയും അവന്റെ ശാരീരികമായ കരുത്തിനെയും എല്ലാം ഉപയോഗപ്പെടുത്തിയ ഒരു അടിമ രാജ്യമാക്കി മാറ്റിയ ഈ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിന്റെ ഭാഗമായി, പതിറ്റാണ്ടുകളുടെ ഭരണത്തിന്റെ ഭാഗമായി ഞങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ കമ്മ്യൂണിസം എന്ന ബദൽ എന്തെന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾ അഭിമാനത്തോടുകൂടി പറയുന്നത്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിന്റെ ഭാഗമായി ചൈന പട്ടിണിക്കാരില്ലാത്ത നാടായി മാറി എന്നുള്ളതാണ്. ഞങ്ങൾ നേടിയെടുത്ത ഏറ്റവും വലിയ നേട്ടം ദരിദ്രരില്ലാത്ത നാടായി മാറിയെന്നുള്ളത്. ഇന്ന് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് റേറ്റിൽ പട്ടിണിക്കാരുടെ സൂചികയിൽ 128ാം സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയുടെ BJPയുടെ ഭരണത്തിന്റെ കീഴിൽ ഇന്ത്യ രാജ്യം പട്ടിണിക്കാരുടെ രാജ്യമായി മാറുമ്പോൾ, ഈ കേരളം രാജ്യത്തിന്റെ മുമ്പിൽ, ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തുന്ന ബദൽ ഇടതുപക്ഷത്തിന്റെ എന്തു പ്രത്യേകതയെന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കഴിഞ്ഞ 8.5 വർഷക്കാലത്തെ ഭരണം 987 മുതലുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ അവരെല്ലാം നടത്തിയ ക്ഷേമത്തിലൂന്നിക്കൊണ്ടുള്ള വികസന സങ്കല്പത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്ന് പട്ടിണിക്കാരന്റെ രാജ്യമായി 128ാം സ്ഥാനത്ത് ഇന്ത്യ രാജ്യം കുതിക്കുമ്പോൾ, ഈ കേരളം അഭിമാനത്തോടുകൂടി ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയുന്നു, ഈ പട്ടിണിക്കാരന്റെ രാജ്യത്തിനകത്ത് ഇന്ത്യ രാജ്യത്തെ ഒരു കൊച്ചു സംസ്ഥാനം, 3,40,00,000 മനുഷ്യരുള്ള ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം പട്ടിണിക്കാരന്റെ രാജ്യത്ത് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ലോകത്തോട് വിളിച്ചു പറയുന്നു, കമ്മ്യൂണിസം എന്ന ബദൽ എന്തെന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾ അഭിമാനത്തോടുകൂടി പറയുന്നു, പട്ടിണിക്കാരില്ലാത്ത സംസ്ഥാനമാക്കി ഈ കേരളത്തെ മാറ്റി. അതാണ് കമ്മ്യൂണിസം എന്ന ബദൽ. ആ ബദലിൽ നിന്നുകൊണ്ട് കേരളം നേടിയെടുത്ത നേട്ടത്തിൽ നിന്നുകൊണ്ട് CPIM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ചേരുമ്പോൾ ഈ നയങ്ങൾ വ്യവസായ സൗഹൃദമായ ഒരു കേരളമാക്കി, നവകേരളമാക്കി കേരളം സമസ്ത മേഖലകളിലും കുതിക്കുമ്പോൾ, പാവപ്പെട്ടവനെ, സാധാരണക്കാരനെ ചേർത്തു നിർത്തിക്കൊണ്ട് അവന്റെ ക്ഷേമത്തിലും നിന്നുകൊണ്ടുള്ള വികസനമായി മുന്നോട്ട് പോകുമ്പോൾ, ഈ ഗവൺമെന്റിനെ സംരക്ഷിക്കാൻ, ഈ നയങ്ങൾ കൂടുതൽ കരുത്തു പകരാൻ വേണ്ടിയുള്ള പോരാട്ടം കൂടിയാണ് ഈ സംസ്ഥാന സമ്മേളനം. വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കാൻ സംഘപരിവാറിന്റെ, അതുപോലെ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് വർഗീയ വിരുദ്ധമായ മതനിരപേക്ഷ സംവിധാനത്തെ നമ്മുടെ രാജ്യത്ത് കൂടുതൽ കരുത്തു പകരുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം
എന്ന നിലയിൽ മതനിരപേക്ഷ ജനാധിപത്യ മുന്നേറ്റത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിനകത്തൊരു ബദലൊരുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നിലയിലേക്ക് നമുക്ക് ഈ സംസ്ഥാന സമ്മേളനം വിജയകരമാക്കി മാറ്റി തീർക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു. തുടർന്ന് സംസാരിക്കുന്നതിന് പലരും വേദിയിലുണ്ടെങ്കിലും കൂടുതൽ ആരും സംസാരിക്കുന്നില്ല. കൊച്ചുകുട്ടികളെ അവരുടെ കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പ്രശസ്ത കോമഡി സീരിയൽ താരം കടക്കൽ നിതിൻ രാജിനെ രണ്ടു വാക്കുകൾ സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചോളൂ. മൈക്ക് വെച്ച് നല്ല ശീലമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. വെരി ബെറ്റർ. എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ചടയമംഗലം എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ കടയ്ക്കലാണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട സ്ഥലമാണ് എനിക്ക് ചടയമംഗലത്ത്. എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞാനവിടെ ഉണ്ടാവും. പിന്നെ CPM-ന്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ചടയമംഗലം പഞ്ചായത്ത് സംഘടിപ്പിച്ച ഈ ഫുട്ബോൾ പെനാൽറ്റി അടി മത്സരത്തിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഫുട്ബോൾ കളിക്കാരനാവണമെന്നാണ്. ആഗ്രഹമായിരുന്നേ. കാരണം അതിനുവേണ്ടി നമ്മളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഭയങ്കര ആഗ്രഹമുണ്ട് ഫുട്ബോൾ കളിക്കാരനാകണമെന്ന്. പിന്നെയാണ് എനിക്കൊരു കലാകാരനാകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായത്. പക്ഷെ എന്റെ കല എന്നെ ഓവർടേക്ക് ചെയ്ത് മുന്നിൽ വരികയും ഫുട്ബോൾ പിന്നോട്ട് പോവുകയും ചെയ്തു. അപ്പൊ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഭ്രാന്താണ്. ഈ വേൾഡ് കപ്പ് ഒക്കെ ആയി കഴിഞ്ഞാൽ വീട്ടിൽ കയറാറില്ല. വേറെ ഒന്നുണ്ടല്ലോ, ഫുട്ബോൾ കളികളാണ്. അപ്പം ഫുട്ബോളുമായി ബന്ധപ്പെട്ട് എന്ത് പരിപാടിക്കും വിളിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം സഖാവ് പറഞ്ഞ് എന്റെ പേര് പറഞ്ഞു വന്നപ്പം സഖാവ് എന്ന് പറഞ്ഞു വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു. പക്ഷെ സഖാവ് എന്ന് വിളിക്കുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനം തന്നെയാണ്. ഞാനൊരു ഇടതുപക്ഷ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ഒത്തിരി സന്തോഷമാണ് സഖാവ് എന്ന് വിളിക്കുന്നതിൽ. സഖാവ് പറഞ്ഞു നമ്മുടെ നാട്ടില് എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ഇതുപോലുള്ള ഫുട്ബോൾ കളികളും കൈകൊട്ടി കളികളും കലാപ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നതെന്ന്. എന്താന്ന് വെച്ചാല് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിഞ്ഞ ഒരേ ഒരു പാർട്ടി ഇടതുപക്ഷം തന്നെയാണ്. നമുക്ക് ഏതൊരു സ്ഥലത്ത് ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നെങ്കിലും അത് ഇടതുപക്ഷമായിരിക്കും. അല്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ പരിപാടിക്ക് എന്നെ വിളിച്ചിട്ടില്ല, ഞാൻ പോയിട്ടില്ല. പക്ഷെ ഇങ്ങനെ എന്ത് പ്രോഗ്രാം എന്ത് സ്ഥലത്ത് നടക്കുന്നുണ്ടെങ്കിലും അത് ഇടതുപക്ഷം സംഘടിപ്പിച്ചതായിരിക്കും. അപ്പം ഒത്തിരി സന്തോഷം. എല്ലാവർക്കും എന്റെ ഹൃദയ ആശംസകൾ നേരുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പം സതീഷ് പറഞ്ഞായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. കലാകാരൻ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്തതാണ്. എനിക്ക് നല്ല പനിയാണ്. ഇപ്പൊ എല്ലാ കലാകാരന്മാരും എന്ത് പ്രോഗ്രാം അവതരിപ്പിക്കുന്നതെന്ന് പറയാൻ പനിയാണ്, ശബ്ദം അടച്ചിരിക്കുകയാണ്. അതുപോലല്ല, സത്യമായിട്ട് പനിയാണ്. അപ്പം ഈ പനി വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് ശബ്ദങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. നമ്മളെല്ലാവരും സിനിമ കാണുന്നവരാണല്ലേ? എല്ലാവരും വേറെ എന്തോ പരിപാടീസിലാണ് കാണുന്നത്. നമ്മളെല്ലാവരും സിനിമ കാണുന്നവരാണ്. അപ്പം തിയേറ്ററിൽ പോകുമ്പോൾ കേൾക്കുന്ന ഒരു പരസ്യമുണ്ട്. ഒരു ഇംഗ്ലീഷ് പരസ്യം. Tobacco use leads to cancer, heart attack, lung disorders, and other deadly diseases. The characters of these films or programs do not support the use of tobacco products such as BT, cigarette, candy, cigar, etc. or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. വലിയ വില. ചേട്ടാ, ഈ മൈക്ക് കേട്ടിന്റെ വോയിസ്. ഹലോ. അപ്പം നമ്മളിൽ ഇപ്പൊ ലൂസിഫർ ഇറങ്ങാൻ പോകല്ലേ? ലൂസിഫർ. അപ്പം ലൂസിഫറിൽ എമ്പുരാനല്ലേ? ലൂസിഫർ എന്ന സിനിമ രണ്ടാം ഭാഗം എമ്പുരാൻ ഇറങ്ങാൻ പോകുന്നത്. അതിൽ മോഹൻലാലിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, സ്റ്റീഫൻ നെടുമ്പള്ളി. ഇത് നമ്മളെല്ലാം പ്രിയങ്കരനായ ഈ പരസ്യമൊക്കെ ഡബ് ചെയ്ത് ഗോപൻ സാറാണ്. നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞ ഗോപൻ സാർ. ഗോപൻ സാറിന് ഒരു ആഗ്രഹം ഈ സിനിമയിൽ അഭിനയിച്ചാൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. ഇപ്പൊ ലൂസിഫറിൽ ലാലേട്ടന് പകരം ഗോപൻ സാർ ആയിരുന്നെങ്കിൽ ഗോപൻ സാറിന്റെ ശബ്ദത്തിലായിരിക്കും ലാലേട്ടൻ ചെയ്ത ഡയലോഗുകളെല്ലാം നമ്മൾ കേൾക്കുന്നല്ലേ? അതിലൊരു പ്രധാനപ്പെട്ട ഡയലോഗ് ഉണ്ട്. ഗോപൻ സാർ ആയിരുന്നെങ്കിൽ, ബോബി
നീ ചെകുത്താൻ വേദമോടുന്നത് കേട്ടിട്ടുണ്ടോ? യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. വലിയ തിന്മയും ചെറിയ തിന്മയും. ഉപദേശം കൊള്ളാം വർമ്മ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. നിന്റെ തന്തയല്ല എന്റെ തന്ത. തന്തയാരും അറിയണമെങ്കിൽ ടോൾ ഫ്രീ നമ്പറായ 4367 വിളിക്കൂ. തികച്ചും സൗജന്യമാണ്. ഈ ഒരു വേദിയിൽ വന്നിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ശബ്ദമാണ് സഖാവ്. നമ്മളെല്ലാം പ്രിയങ്കര വികസ് സഖാവിന്റെ ശബ്ദം നമ്മളെ മിമിക്രിക്കാരെല്ലാം ചെയ്യുന്നത് ഭയങ്കര വലിച്ചു നീട്ടിയൊക്കെയാണ് ചെയ്യുന്നത് അല്ലേ? ഭയങ്കര അതായത് ഇങ്ങനെയൊക്കെ നീട്ടിയാണ് ചെയ്യുന്നത്. പക്ഷെ സഖാവ് വളരെ സൗമ്യനായിട്ട് സംസാരിക്കുന്ന സഖാവ് വളരെ സൗമ്യനായിട്ട് വിവാഹത്തെ കുറിച്ച് പറഞ്ഞപ്പം സഖാവ് എന്റെ ഒരു പ്രസംഗമുണ്ട്. വിവാഹത്തെ കുറിച്ചൊരു ഇന്റർവ്യൂല് പനിയാണ്, എത്ര റെഡിയാന്ന് അറിയത്തില്ല. ഞാനാകട്ടെ വിവാഹം കഴിക്കണ്ട എന്ന് ചിന്തിച്ച ആളാണ്. എം.എൻ. ഗോവിന്ദൻ നായരുടെ സമാധാനത്തിലുള്ള CPI പാർട്ടി ഓഫീസിന്റെ ഒരു മുറിയിൽ അസുഖബാധിതനായി കിടന്ന സുഗതൻകാരനെ തന്നെ ചെന്നപ്പോൾ നടക്കാൻ പോലും കഴിയാതെ മൂത്രമൊഴിക്കാൻ പോലും കഴിയാതെ കിടക്കുന്ന അവസരത്തിൽ സഖാക്കളും മറ്റും അതിന് സഹായിക്കുന്നത് കണ്ട ഞാൻ തീരുമാനിച്ചു വിവാഹം കഴിക്കുക തന്നെയാണ് വേണ്ടതെന്ന്. അങ്ങനെ 42ാമത്തെ വയസ്സിൽ ഞാൻ വിവാഹിതനായി. 2 മക്കളുടെ പിതാവാണ്, 4 മക്കളുടെ മുത്തച്ഛനാണ്. താങ്ക് യു സോ മച്ച്. CPIM ചടയമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ CPIM സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള ഫ്ലഡ് പെനാൽറ്റി ഷൂട്ടൌട്ടിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിൽ സാക്ഷി TV എത്തിച്ചത്. അല്പസമയത്തിനകത്തുള്ളിൽ തന്നെ ഈ ഷൂട്ടൌട്ടുമായി ബന്ധപ്പെട്ട് കൈകൊട്ടിക്കളി നടക്കും. അതിന്റെ തത്സമയ സംപ്രേഷണവുമായി ഞങ്ങൾ വീണ്ടും എത്തിച്ചേരും. നന്ദി, നമസ്കാരം. നമ്മുടെ ശ്രീഭദ്ര കൈകൊട്ടി കളി സംഘം ചടയമംഗലത്തിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.